അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അട്ടപ്പാടി വരകയാർ പുഴേൻ്റെ തീരത്താണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന ആ വീഡിയോകളൊക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരിതാ മുകളിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇപ്പം നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണെന്ന് വെച്ചാൽ ഒരു ഫുഡ് വീഡിയോ ആണ് ചെയ്യാൻ പോണേ. ഒരു ചിക്കനെ നമ്മൾ ബാർബിക്യൂ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഒരാളുണ്ട്, ഇവിടെ അട്ടപ്പാടിത്തെ ആൾ തന്നെയാണ്. നമുക്ക് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ട് ഒക്കെ മനസ്സിലാക്കി തരുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ അവരെ വിളിക്കുകയാണ്. എന്നാൽ വന്നോളി. ഇതാണ് നമ്മളെ ഫ്രണ്ട്. നമസ്കാരം. അപ്പോൾ പേരും അജീഷ്. അപ്പോൾ അട്ടപ്പാടിയിലാണ്. അതെ അതെ, കുറേ വർഷങ്ങളായിട്ട്. 6 വർഷം. വൈഫും കുട്ടികളൊക്കെ ഒക്കെ ഇവിടെ ഉണ്ട്. ഒക്കെ സുഖമായിട്ടിരിക്കണു. അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാൻ തുടങ്ങിയാലോ? ഓക്കെ, അപ്പോൾ ഞങ്ങൾ വീഡിയോ ചെയ്യാൻ തുടങ്ങുകയാണേ. അപ്പോൾ നമ്മളെ ബാർബിക്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്നാൽ ഫസ്റ്റ് ഐശ്വര്യമായിട്ട് കത്തിച്ചാലോ? അടുപ്പ് എന്നാ പറയണേ. കത്തിക്കാട്ടോ. ഇനി ഇത് നല്ലപോലെ കനലാവട്ടെ അല്ലേ? ആ സമയം കൊണ്ട് നമുക്ക് ചിക്കനും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുത്താലോ? അപ്പോൾ ഇതാ വലിയൊരു ഫുൾ ചിക്കനാണ് നമ്മൾ ബാർബിക്യൂ ചെയ്തെടുക്കാൻ പോണേ. അപ്പോൾ നമുക്ക് ഈ ചിക്കനെ നല്ലോണം ഒന്ന് കുളിപ്പിച്ചെടുക്കണ്ടേ? നമുക്ക് പുഴയെ കൊണ്ടുപോയിട്ട് ഒന്ന് കുളിപ്പിച്ച് കൊണ്ടുവരാം അല്ലേ? അപ്പോൾ ഈ പുഴവെള്ളത്തിൽ കഴുകുമ്പോഴേ എന്താ അറിയോ, ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഈ വെള്ളമാണ് കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ. നല്ല വെള്ളമാണ്, ഒഴുക്കുള്ള വെള്ളമല്ലേ, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഇവനെ നല്ല പോലെ നീന്തി കുളിപ്പിച്ചെടുത്താലോ? ഇനി നമുക്ക് തമ്മിലേ മസാലയൊക്കെ തേക്കാൻ തുടങ്ങാം കേട്ടോ. ആദ്യം നമുക്ക് നമ്മളെ ചിക്കനെ നല്ല പോലെ ഒന്ന് വരയിടും കേട്ടോ. നമ്മളെ മസാല ഉണ്ട്, ഒരു അടിപൊളി മസാല തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ആ മസാലയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മസാല കൂട്ടാൻ ഒരുങ്ങുകയാണേ. ആദ്യം തന്നെ ഞാൻ പിന്നെ കാശ്മീരി മുളക് പൊടി ഇടാം കേട്ടോ. ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണേ. ഇനി കുരുമുളക് പൊടി ഇട്ടോ. ഇനി ഗരം മസാല. ഇനി നമുക്ക് ഇതിക്ക് തൈര് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ നടുവൊക്കെ ഇങ്ങനെ മാറ്റിയിട്ട് ഒരു കുഴിയാക്കട്ടെ കേട്ടോ. ആവശ്യത്തിന് ഉപ്പ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ മസാല കേട്ടോ. ഇത് തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഞങ്ങൾ കല്ലിൽ ചതച്ചെടുത്തതാണ്. അപ്പോൾ അത് ഫുള്ളായിട്ട് നമുക്ക് ഇതിൽ ചേർക്കുക. ഹൈസ്, നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് ചെറുനാരങ്ങയാണ്. അപ്പോൾ ഞാൻ ചെറുനാരങ്ങ അവിടെ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്, അത് എടുത്തിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ പറഞ്ഞ ചെറുനാരങ്ങേൻ്റെ മരം. അപ്പോൾ നമുക്ക് അതുമൊന്ന് ഫ്രഷ് ചെറുനാരങ്ങനെ പറിച്ചെടുക്കാം കേട്ടോ. ഹൈസ്, അടിപൊളി ചെറുനാരങ്ങ ഇട്ടിട്ട് നമുക്ക് ഒന്നുകൂടിയൊക്കെ പറിക്കല്ലേ. അപ്പോൾ ഇതാ മുള്ളുത്തി. ഈ മരത്തുമ്മൽ ഒരുപാട് ചെറുനാരങ്ങ ഉണ്ട് കേട്ടോ. നമുക്കിപ്പോൾ തൽക്കാലം 2 മതി. അപ്പോൾ ഞാൻ 2 പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ചെറുനാരങ്ങ പിഴിയാണേ. അപ്പോൾ ഈ ചെറുനാരങ്ങയ്ക്ക് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലത്തെ ചെറുനാരങ്ങേൻ്റെ പോലെയല്ല കേട്ടോ. ഇതിന് നല്ലോണം നീരുണ്ട്. നാട്ടിലത്തെ ചെറുനാരങ്ങേനെക്കാട്ടിലും നല്ല സ്മെല്ലും ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ചെറുതായിട്ട് പ്രസ് ചെയ്യണേ ഉള്ളൂ. അപ്പോൾ തന്നെ ഉണ്ടല്ലേ നീര് വരുന്നു. ഇനി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഈ മസാലക്കൂട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് വേണം നമ്മളെ ചിക്കനിലേക്ക് അതൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കാൻ. ഇപ്പോൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാണ് ഞാൻ. ഇപ്പം തന്നെ ഈ ഒരു മസാലക്കൂട്ടിൻ്റെ ഒരു സ്മെല്ല് ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. ദൈവേ, എനിക്ക് വയ്യ. ഇപ്പോൾ അതാ ചിക്കൻ മേൽ ഇങ്ങനെ തേച്ചിട്ട് നമ്മളിങ്ങനെ ബാർബിക്യൂ ചെയ്ത് ഇങ്ങനെ എടുത്തിങ്ങനെ തിന്നുമ്പോൾ എൻ്റെ മനു. ഇപ്പം നമ്മൾ അജീഷ് അവിടെ കനൽ റെഡിയാക്കി ഏകദേശമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി വേഗം ചിക്കൻമേൽ തേച്ച് കൊടുക്കട്ടോ. അത്യാവശ്യം വലിയ ചിക്കനാട്ടോ, അത് നല്ല കനണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലേക്ക് നമുക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കട്ടോ. ഇപ്പം എൻ്റെ കൈ നല്ലോണം എരിയാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പക്ഷേ അതിന് നമ്മളടുത്ത് പോകാൻ വഴിയുണ്ട്. നമ്മളടുത്ത് തൈരുണ്ടല്ലോ. അപ്പോൾ തൈര് തേച്ചിട്ട് പുഴവെള്ളമുണ്ട്, നല്ല പോലെ കൈ കൊണ്ട് കഴുകിയാൽ ആ നീറ്റിലൊക്കെ മാറും. ഇപ്പോൾ മസാലയൊക്കെ തേച്ചിട്ട് 1 മണിക്കൂറായില്ലേ? ഇനി ഇതുമ്മ കോർത്തിട്ട് വെച്ചെടുക്കാം അല്ലേ? അടുപ്പൊക്കെ നല്ല കനലായിട്ടുണ്ടാവില്ലേ ഇപ്പോൾ? എന്നാൽ കോർക്കുക. മസാല അതിൻ്റെ കൂടെ പോരണ്ട. അപ്പോൾ ഈ ചിക്കൻ ഇതൊന്ന് ഊരി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളേ നല്ലോണം കെട്ടുകമ്പി വെച്ചിട്ട് കെട്ടി കൊടുക്കുക അല്ലേ? ചൂടാകുമ്പോൾ ചിലപ്പം ഇവനൊരു ചാടിപ്പോരാനുള്ള ടെൻഡൻസി ഉണ്ടാവും അല്ലേ? എന്നാ ഇനി കൊണ്ടേക്കല്ലേ? നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീശി കൊടുക്കണം. അപ്പോൾ നല്ലോണം ചൂടായിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് വേവും. തിരിച്ചിങ്ങനെ വെച്ച് കൊടുക്കണം അല്ലേ? അപ്പോൾ ഇത് ഓറഞ്ച് നീരും സൺഫ്ലവർ ഓയിലും കൂടി ഞാൻ മിക്സ് ആക്കിയതാണ്. അപ്പോൾ ഇത് നമുക്ക് ആ ചിക്കൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ വരും.
അപ്പോൾ ഇവിടെ കാറ്റിങ്ങനെ പിടിക്കുന്ന സ്ഥലമല്ലേ, പുഴവക്കാണല്ലോ. അപ്പോൾ ഞങ്ങളൊരു ബോക്സ് ഇങ്ങനെ ഉണ്ടാക്കുകയാണ്, ഓരോ ഉരുളൻ കല്ലുകളൊക്കെ പെറുക്കി വെച്ചിങ്ങനെ. അപ്പോൾ നമ്മൾ ബാർബിക്യൂ വന്നിട്ടുണ്ട് അല്ലേ, നമ്മളിത് വാങ്ങിയിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ ഇതാ കഴുത്തൊക്കെ വിട്ട് പോന്നിട്ടുണ്ട്, ഇതാ അല്ലേ നല്ലോണം വെന്തീന് കേട്ടോ സംഭവം. നല്ല സ്മെല്ലും വരുന്നുണ്ട്, അത് കണ്ടിട്ട് നല്ല കൊതിയുണ്ട്. ഇത് കഴിച്ചൊക്കെ വേണ്ടി ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ സംഭവം നല്ലപോലെ ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എടുത്തു നോക്കല്ലേ, ചൂടില്ലേ? എങ്ങനെയുണ്ട്? സൂപ്പർ, നല്ല വെന്തില്ലേ? ഞാൻ കഴിച്ചു കേട്ടോ. നല്ല ചൂടുണ്ട്. നല്ല രസമുണ്ട്, സൂപ്പർ. എരിവും പുളിയും ഒക്കെ പാകം. ആ ഓറഞ്ചിൻ്റെ ഫ്ലേവർ ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് ഓരോ ഓറഞ്ചിതാ ഡെക്കറേഷൻ ചെയ്ത് നോക്കിയിട്ട് ഇതിന് കൂടെ തിന്നോക്കട്ടോ. നല്ല രസമുണ്ട്, അടിപൊളി തന്നെ. കഴിച്ചോളി. സൂപ്പർ, ഒന്നും പറയാനില്ല. ഈ ഓറഞ്ച് കൂടി ഇങ്ങനെ കഴിച്ചു നോക്കി, പ്രത്യേക ടേസ്റ്റ്. അപ്പം എന്താ പറയുക, നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കണം, പിന്നെ കമൻസ് എഴുതണം. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയും പോലെ ആരും ബേജാറാവണ്ട, ഇടങ്ങാറാവണ്ട, എല്ലാവരും വെച്ചോളി, തിന്നോളി.